കട്ടപ്പന ആനകുത്തി മേഖലയിൽ കാട്ടുപന്നി ശല്യം രൂക്ഷമാകുന്നുവെന്ന് പ്രദേശവാസികൾ. കൃഷിനാശത്തിനൊപ്പം ജനങ്ങളുടെ ജീവനും കാട്ടുപന്നി ഭീഷണിയാവുകയാണ്. കട്ടപ്പന നഗരസഭാ പരിധിയിൽ വന്യമൃഗശല്യം രൂക്ഷമാകുന്നത് വലിയ ആശങ്കയാണ് ഉയർത്തുന്നത്. കട്ടപ്പന മുനിസിപ്പാലിറ്റി പരിധിയിൽ ഉൾപ്പെട്ട നിരപ്പേൽക്കട ആനകുത്തി മേഖലയിലാണ് കാട്ടുപന്നി ശല്യം മൂലം ജനങ്ങളെ വലയ്ക്കുന്നത്. ജനങ്ങളുടെ ജീവന സ്വത്തിനും ഭീഷണിയാകുന്ന തരത്തിലാണ് കാട്ടുപന്നികൾ ഇവിടെ വിഹരിക്കുന്നത്. കൃഷിയിടത്തും മറ്റും പണിക്കെത്തുന്നവർ സ്ഥിരമായി കാട്ടുപന്നികളെ കാണാറുണ്ട്. അക്രമകാരികളായ ഇവയെ കണ്ട് പലപ്പോഴും തൊഴിലാളികൾ ഓടി രക്ഷപ്പെടുകയാണ് ചെയ്യുന്നത്. കുറച്ച് മുമ്പ് എസ്റ്റേറ്റിൽ ഇതിന് ചേർന്ന ഒരു എസ്റ്റേറ്റ് ഉണ്ട്. ആ എസ്റ്റേറ്റിലെ പണിക്കാർ ഇതിനെ കണ്ടായിരുന്നു. അവർ പണിക്ക് ഇറങ്ങുന്ന സമയമായപ്പോഴത്തേന് അവിടുന്ന് അവർ 7 മണിക്ക് വെള്ളമടിക്കാൻ ഇറങ്ങുന്ന പണിക്കാരുണ്ട്. അവിടുന്ന് ഇവർ കണ്ടായിരുന്നു. അവിടെ നിന്ന് ഇത് ഓടി വന്നാണ് ഈ കുളത്തിൽ വന്ന് ചാടിയേക്കുന്നതാണ് നമുക്ക് സംശയിക്കുന്നത്. ഇത് സ്ഥിരമായിട്ട് ഈ കാട്ടിക്കൂടെ നടക്കുന്ന ഒരു സാധനമാണ്. ഇതേക്കൊണ്ട് ഭയങ്കര ശല്യം. ആൾക്കാരെല്ലാം കാണുമ്പോൾ ഓടുകയും വെള്ളം വെക്കുകയൊക്കെ ചെയ്ത് ഇതിനെ മാറ്റുന്നതാണ്. ഇതുപോലത്തെ കാട്ടുപന്നികൾ ഇവിടെ ഇറങ്ങിയിട്ട് ഏതാണ്ട് ഒരു 30 ദിവസത്തിന് മുകളിലായി ഈ കാടും പരിസരമായിട്ട് ചുറ്റിപ്പറ്റുന്നുണ്ട്. കൊച്ചുകുട്ടികളും അതായത് ഹിന്ദി നമ്മുടെ അന്യസംസ്ഥാന തൊഴിലാളികളാണ് ഇവിടെ കൂടുതലും പണിയുന്നത്. അവരെല്ലാം കാറിക്കൊണ്ട് ഓടുകയും വെള്ളം വെക്കുകയൊക്കെ ചെയ്യുമ്പം നമ്മൾ ചെല്ലുമ്പോൾ ഇതിനെ കാണുകയല്ല, ഇതന്നേരത്തിന് ഓടിപ്പോകും. മേഖലയിൽ കാട്ടുപന്നി വിഹരിക്കുന്നത് വലിയ ആശങ്കയാണ് ഉയർത്തുന്നത്. കൂടാതെ കൃഷിവിളകൾ നിരന്തരമായി നശിപ്പിക്കുന്നതും പതിവാണ്. വന്യമൃഗങ്ങൾ ജനവാസ മേഖലയിലേക്ക് കടക്കാതിരിക്കുവാൻ വനപാലകർ അടിയന്തരമായി ഇടപെടൽ നടത്തണമെന്നാണ് പ്രദേശവാസികളുടെ ആവശ്യം. എസ്റ്റേറ്റിലെ പണിക്കാറുണ്ട്, കൊച്ചുകുട്ടികളുണ്ട്, സ്കൂൾ പഠിക്കുന്ന കുഞ്ഞുങ്ങളുണ്ട്. എപ്പോഴും കൃഷിക്കാർ ഈ തോട്ടം നനയ്ക്കാൻ വേണ്ടിയിട്ട് ഏലത്തിന് വെള്ളമടിക്കുന്നതിനും ഒക്കെ വേണ്ടിയിട്ട് പറമ്പിൽ കൂടി എല്ലാം വരുന്നുണ്ട്. ഇതുപോലെയുള്ള കാട്ടുപന്നിയുടെ ശല്യം എന്ന് പറയുന്നത് ഭയമാണ്. അപ്പോൾ ഇവർ കുടിച്ചുകൊണ്ടിരിക്കുന്ന കുടിവെള്ളമാണ്. വെള്ളം വളരെ കുറവാണ്. അപ്പോൾ ഈ കുടിവെള്ളം അല്ലെ അവരുടെ വീട്ടാവശ്യത്തിന് കുടിവെള്ളം എടുക്കുന്നുണ്ട്. ആ കിണറ്റിലാണ് ഇപ്പം വീണിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇത്തരം കാട്ടുപന്നികളെ, ജനങ്ങൾക്ക് ഭീഷണിയായിട്ടുള്ള കാട്ടുപന്നികളെ കൊന്നുകളയണമെന്നുള്ള അഭിപ്രായമാണ് ഞങ്ങൾക്ക് കൃഷിക്കാർക്കുള്ളത്. കഴിഞ്ഞ ദിവസം എരട്ടയാർ നാങ്കുതൊട്ടിയിൽ അജ്ഞാത ജീവിയുടെ ആക്രമണത്തിൽ ആട് ചത്തിരുന്നു. ഇതോടെ കട്ടപ്പന നഗരസഭയുടെ പരിധിയിലും വന്യമൃഗശല്യം രൂക്ഷമായിരിക്കുന്നത് വലിയ ആശങ്കയാണ് ഉയർത്തുന്നത്. ഇടുക്കി വിഷൻ ന്യൂസ്, കട്ടപ്പന.